ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എന്താ പറയുക, ചിക്കൻ്റെ പാർട്സ് ആണ് കേട്ടോ. ചിക്കൻ്റെ പാർട്സ് മീൻസ് ഈ കക്കാമ്പറിൽ ലിവർ അങ്ങനത്തെ ഒക്കെ സാധനം കേട്ടോ. ഞങ്ങളുടെ നാട്ടിലതിന് കക്കാമ്പറിൽ എന്നാണ് കേട്ടോ പറയുക ഈ സംഭവത്തിന്. സാധാരണ നമ്മൾ പാർട്സ് എന്ന് പറയും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഒരു തുള്ളി പോലും എണ്ണ ഇതിലോട്ട് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. എണ്ണ ഇല്ലാതെയാണ് നമ്മൾ ഇത് വെക്കുന്നത്. അതെങ്ങനെ വെക്കാമെന്ന് നോക്കട്ടോ. ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗ്ഗത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണ പോലെ ഉണ്ടാവും, പക്ഷേ ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കണം. ഇത് ഞങ്ങളിവിടുത്തെ ഉമ്മ പഠിപ്പിച്ചു തന്നൊരു ഇതാണ് കേട്ടോ. ഉമ്മ വെക്കുന്ന രീതിക്കാണ് ഞങ്ങൾ വെക്കുന്നത്. എന്താണ് ഉമ്മ വെച്ചാൽ ഉമ്മ വെക്കുന്ന ടേസ്റ്റ് നമ്മൾ വെച്ചാൽ ഉണ്ടാവില്ലെങ്കിലും അതുപോലെ ഏകദേശം അതുപോലെയൊക്കെ എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള 2 സവാള, പിന്നെ ഒരു 2-3 അല്ലി കരിവേപ്പും, ഒരു 2 പച്ചമുളകും, പിന്നെ വെളുത്തുള്ളിയും 4-5 അല്ലി വെളുത്തുള്ളി അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലോട്ട് ഇടുക കേട്ടോ. ഇത് പാൻ ചൂടാക്കണം എന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഇതിട്ടിട്ട് പിന്നെ ഈ നമ്മൾ എടുത്ത് വെച്ച എല്ലാ സാധനങ്ങളും നാടൻ ചപ്പ് ഇട്ടിട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയി. എല്ലാ നമ്മളെ വീട്ടിലുണ്ടാവുന്ന നാടൻ ചപ്പും എല്ലാതും കൂട്ടിക്കാണ്ട് ഇതിലോട്ട് ഇട്ടിട്ട് പിന്നെ മസാലകളൊക്കെ ഇട്ടുകൊണ്ടാണ് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഞാൻ തണ്ടോടുക്കനെയാണ് കേട്ടോ കരിവേപ്പൊക്കെ ഇട്ടിട്ടുള്ളത്. അതിൽ നിന്ന് വേറെടുത്തിട്ടില്ല, തണ്ടോടുക്കൻ തന്നെ ഒക്കെ ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ എല്ലാതും അതിൽ നമ്മൾ കാണിച്ച എല്ലാ ഇൻഗ്രീഡിയൻസും അതിലോട്ട് ഇട്ടിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇടാം കേട്ടോ. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. അത് നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് മാറ്റാവുന്നതാണ് കേട്ടോ. പിന്നെ അതിലോട്ട് നമ്മൾ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂണാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് മല്ലിപ്പൊടി. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. നമ്മളൊരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഇതൊക്കെ ടേസ്റ്റിനനുസരിച്ച് ഇടാം കേട്ടോ. മല്ലിപ്പൊടിൻ്റെ കുത്തൽ ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് ഇട്ടാൽ മതി കേട്ടോ. പിന്നെ മുളക് പൊടി നമ്മൾ ഒരു ടീസ്പൂണൊക്കെ ഇടുന്നുള്ളൂ കേട്ടോ. 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. മുളക് പൊടി കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ എരിവിനനുസരിച്ച് എരിവ് കൂടുതൽ വേണ്ട എന്നുള്ളവർക്ക് മുളക് പൊടി സ്കിപ്പ് ചെയ്യാം. മുളക് പൊടി ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിടുക കേട്ടോ. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന മാതിരി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യുക. എന്നിട്ട് ഇത് നല്ലോണം അടച്ച് വെച്ചാണ് വേവിക്കണം കേട്ടോ. നല്ലോണം അടച്ച് വെച്ച് വേവിക്കുക. കുറേ നേരം വേവാനുണ്ട്. ഗായ്സ്, നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നു. നമ്മൾ എണ്ണ യൂസ് ചെയ്യാത്തതിൻ്റെ കാരണം ഈ കാണുന്നത് ഇതിൻ്റെ നെയ്യാണ് കേട്ടോ. ചിക്കൻ്റെ നെയ്യാണ്. അപ്പം നമ്മൾ വേറെ എക്സ്ട്രാ എണ്ണ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതന്നെ ഉരുകിക്കാണ്ട് വരും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ എണ്ണ യൂസ് ചെയ്യാത്തത്. നിങ്ങൾക്ക് ലാസ്റ്റ് ഇത് ഇങ്ങനെ വെന്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് നന്നായിട്ട് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ടാണ്ട് വേണം വേവിക്കാൻ. അപ്പോൾ നമ്മളത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. അപ്പം ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് എടുത്തുകൊണ്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയെ പിടിക്കും. നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം പാർന്നിട്ടില്ല. അതിൽ തന്നെ വെള്ളം ഉണ്ടാവും, അതൊക്കെ ഇറങ്ങി വരും. അപ്പം നമുക്ക് വെള്ളം പാരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിൽ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും കേട്ടോ. ഇതിൻ്റെ നെയ്യ് തെളിഞ്ഞ് വരും. അപ്പോൾ നമ്മൾ ഉപ്പിടാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇടാം കേട്ടോ. ഞാനിട്ടിട്ട് നോക്കണ്ട. നിങ്ങൾക്ക് ഉപ്പ് കൂടുതൽ വേണ്ടവർ എങ്ങനെ ടേസ്റ്റിനനുസരിച്ച് നോക്കിയിട്ട് ഇടാം കേട്ടോ. അപ്പം ഇതിലേക്ക് ടോട്ടൽ 1 ടീസ്പൂൺ 3/4 ടേബിൾ സ്പൂൺ ഉപ്പേ ആവശ്യം വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് തിളക്കണ നേരത്തെ നമ്മൾ ഇടാൻ മറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിളക്കണ നേരത്തെ ജസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ ഇതിലോട്ട് പിടിച്ചോളും. എന്നിട്ട് മൂടി വെച്ച് ഒന്നും കൂടി വേവിക്കാം കേട്ടോ. നമ്മൾ പാർട്സ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നും കൂടി ഇളക്കിയിട്ട് അടി പിടിക്കാൻ നോക്കാം കേട്ടോ. കുറച്ച് ലിവറൊക്കെ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നല്ലപോലെ ഇളക്കണം കേട്ടോ. അടിയിൽ കൂടെ വീഡിയോ ഞാനൊരു കയ്യിൽ ഫോണായതുകൊണ്ടുള്ള ഇതാണ് ഇങ്ങനെ പതുക്കെ ഇളക്കുന്നത്. നല്ലപോലെ അടിയിൽ ഇളക്കണം കേട്ടോ. നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂണാണ് കേട്ടോ കുരുമുളക് പൊടി ആഡ് ചെയ്യാം കേട്ടോ. എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം.
കുരുമുളക് പൊടി ഇട്ടാൽ നല്ല എരിവുണ്ടാകും. അപ്പം അത് ഇഷ്ടമുള്ളവർ ആഡ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി വെക്കുക കേട്ടോ. ഈ കുരുമുളക് പൊടി ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ മുളക് പൊടിൻ്റെ അളവും പച്ചമുളകിൻ്റെ അളവൊക്കെ കുറക്കുക കേട്ടോ, അല്ലെങ്കിൽ പച്ചമുളക് ഇടണമെന്നില്ല. അപ്പം എരിവ് ബാലൻസ് ആവും കേട്ടോ. കണ്ടോ ഇതിൽ എണ്ണ വരുന്നത്, എണ്ണ തെളിഞ്ഞ് വരുന്നത് കണ്ടോ. നമ്മൾ തുള്ളി എണ്ണ ഇതിലോട്ട് പറഞ്ഞിട്ടില്ല. ഇതിൽ നെയ്യ് ഉരുകി വരുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് നമുക്കിത് എണ്ണ ആവശ്യമില്ല എന്ന് പറയണത്. ഇതൊന്നും കൂടി അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഫുൾ ഹൈ ഫ്ലെയിമിലിട്ടാണ് കേട്ടോ വേവിച്ചിട്ടുള്ളത്. നമുക്കിതൊന്നും കൂടി മൂടിയിട്ട് വേവിക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കാന്നുണ്ടെങ്കിലും നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിച്ച് പോകും. ഇടയ്ക്കൊക്കെ നോക്കണം, ഇതിൻ്റെ അടുത്തൊന്നും പോകാൻ പാടില്ല കേട്ടോ. നമ്മൾ ഈ സ്റ്റേജ് എത്തുമ്പോൾ ഒന്ന് നമ്മൾ ഇട്ട് നോക്കുമ്പോൾ എണ്ണ നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ അടി പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ, അടി പിടിക്കാതെ. എണ്ണ നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെള്ളമോ എണ്ണ ഇതിൽ പറഞ്ഞിട്ടില്ല. അടി പിടിക്കാൻ ഒരു ഇത് കാണുന്നുണ്ട്. നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കാം കേട്ടോ. ഒരുവിധം നമ്മളുടെ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇതെടുത്തുകാണ്ട് വെന്തുക്കണോ നോക്കണം കേട്ടോ. ലിവർ പെട്ടെന്ന് വേവും. ഇതാണ് കേട്ടോ വേവാൻ ടൈം. അപ്പം ഇത് വേവാനാണ് നമ്മൾ ഇത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം നമ്മുടെ പാർട്സ് റെഡി ആയിട്ടുണ്ട്, എല്ലാതും വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു പച്ചമുളക് നീളത്തിൽ നടുകെ കീറിയിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് മൂടി വെക്കുക കേട്ടോ, തിളപ്പിക്കൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ വെന്ത് കഴിഞ്ഞിട്ട് ഫുള്ള് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ മൂടി വെച്ചാണ്ട് ജസ്റ്റ് വെച്ചാൽ മതി കേട്ടോ. ഞാൻ നെയ്യ് കാണിച്ചിട്ടാണ്, കുറേ നെയ്യ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് നെയ്യ് ഇത്ര വേണ്ട എന്നുള്ളവർ അതിമെന്ന് ആ സാധനം നമ്മൾ ഫസ്റ്റ് കാണിച്ചിട്ടില്ലേ നെയ്യ് പറഞ്ഞാണ്ട് ആ സാധനം കളഞ്ഞാൽ മതി കേട്ടോ. അതെടുക്കണം നിർബന്ധമില്ല. പക്ഷെ അത് ഉണ്ടായാൽ നമുക്ക് എണ്ണൻ്റെ ആവശ്യമില്ല, എക്സ്ട്രാ എണ്ണ ഒന്നും ഇതിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിമെന്ന് തന്നെ ഉരുകിക്കാണ്ട് വരും കേട്ടോ. അത് ഒരുപാട് കളയരുത്, കളഞ്ഞാൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ അത് ഉണ്ടാവുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റില്ല, അതുകൊണ്ട് പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. അത് നമ്മളിത് ജസ്റ്റ് മൂടി വെച്ചുകാണ്ട് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പാർട്സിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ ഗായ്സ്.